അങ്ങനെ നമ്മുടെ എള്ളെല്ലാം നല്ലോണം ഉണങ്ങി സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ എള്ള് മേടിക്കാൻ പോയ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ? ഇത് കഴുകി വൃത്തിയാക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ശരി. രാവിലെ വേണ്ട അമ്മ വണ്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുക. എന്നോട് പറഞ്ഞ് ഇപ്പം വരാം, നീ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനൊരു സാധനം മേടിച്ചുകൊണ്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയതാ. ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അമ്മ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് ഓടി വന്നപ്പോഴത്തേക്ക് ആള് മുറ്റത്തുണ്ട്. അപ്പം ഡിക്കിയൊക്കെ തുറക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സാധനം കയ്യിലുണ്ടെന്ന്. അങ്ങനെ എന്നോട് പറഞ്ഞ് വേണ്ട കാണുന്നുണ്ടല്ലോ എന്തുവാന്ന്, ഞാൻ കുറച്ച് എള്ള് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കഴുകി ഉണക്കാൻ വെക്കാന്ന്. അങ്ങനെ അമ്മ എൻ്റെ എള്ളൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഇതൊക്കെ ഒരു പാത്രമൊക്കെ എടുത്ത് അതങ്ങ് കുടഞ്ഞ് അതിൻ്റെ അകത്തോട്ടിട്ട്. നനഞ്ഞ കായോണ്ടായിരിക്കും. കൈ നനഞ്ഞ കൈ കൊണ്ട് പിടിക്കരുത്, കളയരുത്. മണ്ണ് കടിക്കുന്നു. അതാ കഴുകുന്നത്. മണ്ണിനകത്തല്ലേ ഇത്. മണ്ണ് എടുക്കുമ്പോഴേ മണ്ണൊക്കെ എത്ര വെള്ളത്തിൽ കഴുകണം? മണ്ണൊക്കെ കളയാൻ വേണ്ടി ഇതിനൊക്കെ മണ്ണ് കാണും. ഒരു ദിവസത്തെ വെയിൽ മതിയായിരിക്കുമല്ലോ. നല്ലോണം നിരത്തിയിട്ട ഒരു ദിവസത്തെ വെയിൽ. എത്ര രൂപയായിരുന്നു എള്ളിന്? ഒരു കിലോയ്ക്ക് 400 രൂപ. സോ എക്സ്പെൻസീവ്. ഇത് മണ്ണെന്ത് ചെയ്യാം? കാണിക്കാം. ഇത് കഴുകി വൃത്തിയാക്കാതെ നമ്മള് വീട്ടിലെല്ലാന്നും പറഞ്ഞ് അങ്ങ് ഇടിച്ചാലേ ഇത് കണ്ട ഈ മണ്ണെല്ലാം ഉണ്ടോ? മണ്ണുണ്ട്. മണ്ണുണ്ടായിരുന്നു. കല്ലും മണ്ണ്. എന്നിട്ട് അത് തല്ലും ഇങ്ങനെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോ തല്ലി എടുക്കുക അല്ലേ? തല്ലുമ്പോ ഇങ്ങനെ ഈ എല്ലാം അതിനകത്ത് ഇങ്ങനെ പൊട്ടി 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 പായ കിടക്കും. അതെടുത്താണ് അതാണ് ഇത്. എന്നിട്ട് ഉണക്കുമായിരിക്കും അല്ലേ? എന്നിട്ട് ഇത് പിന്നെ ഒന്ന് ഉണക്കി കഴുകി ഉണക്കി വെച്ചേക്കും. ഇതൊക്കെ കഴുകിയൊക്കെയാണ് നമ്മൾ ഇതുപോലെ എടുക്കുന്നത്. ആട്ടുന്നതിനൊന്നും കഴുകത്തില്ലായിരുന്നു എണ്ണ എടുക്കാനേ. പണ്ടൊക്കെ ഒത്തിരി കൊണ്ടുപോയി ആട്ടി എണ്ണ എടുക്കും വീട്ടിലൊക്കെ അച്ഛനൊക്കെ. പൊതി വരുന്നതൊക്കെ ഓർത്തിട്ട് എള്ളുണ്ടാക്കി നമുക്കുണ്ടാക്കാം. അതുപോലെ ആ രുചിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് വെറുതെ ഇടിച്ചാ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് മിക്സിയിൽ ഉണ്ടാക്കാം. ഇപ്പൊ എവിടെ ഉണ്ടോ ആരെങ്കിലും? വെള്ളം നിങ്ങൾക്ക് ആർക്കും പിടിക്കാണ്ടോ? മണ്ണ് കണ്ടോ? അരയ്ക്കാൻ അറിയത്തില്ല. ഇച്ചിരി പരന്ന വല്ലത്തരം ഇട്ടായിരുന്നെങ്കിൽ ചാക്കയിലോ വല്ലതായിരുന്നെങ്കിൽ എളുപ്പമാണെങ്കിൽ. ഇതൊക്കെ ഉണങ്ങി കിട്ടാൻ താമസമായിരിക്കും.
ഇപ്പോഴത്തെ വെയിലിനാണ് തോന്നിട്ട് നമുക്ക് ഇച്ചിരി പരന്നു. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ എള്ള് അമ്മ നേരെ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു. നമ്മളാണെങ്കിൽ ഒരു മുറത്തിൻ്റെ അകത്ത് പേപ്പറൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ വെയിലത്ത് ഈ മുറത്തി വെച്ചാലും നല്ല വേഗത്തിൽ തന്നെ നമുക്ക് എള്ളൊക്കെ ഉണങ്ങി കിട്ടും. എള്ളെന്നല്ല, എല്ലാം വേഗം വേഗം ഉണങ്ങി കിട്ടും. വേണ്ട, കുറച്ച് വെയിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ എള്ളെല്ലാം ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടി. നമ്മൾ പിന്നെ അതൊന്ന് ചിക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഒറ്റ വെയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ എള്ളെല്ലാം നല്ലോണം ഉണങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കാം.